ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഇപ്പോഴും അങ്ങനെ പഠിച്ചിട്ട് വന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ സിനിമയും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെങ്ങനെ പുതിയ ഇപ്പോൾ ഇവരുടെ ഒരു ടേസ്റ്റ് അല്ല പഴയ ഇപ്പോൾ നമ്മളുടെ ബാച്ച് വന്ന ഇത്. അപ്പോൾ ഇപ്പോൾ ഈ പടം കഴിഞ്ഞ് അടുത്ത നെക്സ്റ്റ് പടം ചെയ്യാൻ പോകുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവമാണെങ്കിൽ ആ പിള്ളേർ പറയുന്നത് അതിൻ്റെ അകത്ത് കാര്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ കൂടെ നിൽക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജഡ്ജ്മെൻറ്റ് പാളും. നമ്മുടെ ജഡ്ജ്മെൻറ്റ് എപ്പോഴും ശരിയായിരിക്കണം എന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ആളാണ്. ഇപ്പോൾ പൊതുവെ ലാംഗ്വേജസ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമല്ലേ. ഓരോ ചെറിയ സാധനങ്ങൾ ഇപ്പം ജെൻസി ലാംഗ്വേജ്, ആൽഫ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പം പണ്ട് മിലേനിയൽ സംസാരിച്ച പോലെയല്ല ഇപ്പോൾ ജെൻസി സംസാരിക്കുന്നത്. ജെൻസി സംസാരിക്കുന്നത് ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടീമിന് മനസ്സിലാവും. അല്ലാതെ ഒരാൾ പെട്ടെന്നെടുത്ത് മറ്റേ ChatGPT അല്ലെങ്കിൽ ഡിക്ഷണറി നോക്കിയിട്ട് വേണം ഇപ്പോൾ സംസാരിക്കാൻ. അപ്പം അതുപോലെ തന്നെയാണ് സിനിമയും. എല്ലാത്തിനും അതിൻ്റെതായ മാറ്റമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെയാണ്. നിങ്ങൾക്ക് ജെൻസി കുറച്ചുകൂടെ ഫെമിലിയർ ആണോ? സ്കിബിഡി അങ്ങനത്തെ ഇവരൊക്കെ കൂടെ നടന്നാലും ഓക്കെയാണ്, ഇത് കിട്ടുന്നുണ്ട്. പിന്നെ വീട്ടിൽ നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആസ് ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് ഡെഫിനറ്റ്ലി അത്തരം കാര്യങ്ങൾ പുതിയ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇവരുടെയൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ള 2 മക്കൾ എനിക്കുണ്ട്. അതിൻ്റെ പേരിൽ എനിക്ക് വീട്ടിൽ വളരെ എളുപ്പം ഇത് എന്തൊക്കെയാണ് എവിടെയൊക്കെ നടക്കണമെന്ന് പറയാനായിട്ട്. കാരണം മക്കളുടെ മുമ്പിൽ ഞാൻ നല്ല സുഹൃത്താണ്. അവർ മിക്കവാറും എൻ്റെ ഇളയ മോൾ തന്നെ ഇടാന്നൊക്കെ വിളിക്കണം. അപ്പോൾ ആ ഒരു റിലേഷൻ പോലെ അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു ഫാദർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെപ്പറേഷൻ അങ്ങനെ ഒരു ഇത് ഫീൽ ചെയ്തിട്ട് വീട്ടിൽ സംസാരിക്കാറുണ്ട്. ജെൻസി പരിപാടി സംസാരിക്കാറുണ്ട് ഈ ഭാഷ. അവരെ ഇടയ്ക്ക് കളിയാക്കൊക്കെ ചെയ്യും അങ്ങനെയുള്ള. അപ്പോഴാണ് എനിക്ക് മനസ്സിലാണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു ഇത് ഉള്ളതിൻ്റെ പേരിൽ നമ്മളൊന്നും അറിയുന്നില്ല. ഇതേടെ കണ്ടന്റ്സ് ഒക്കെ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. പിന്നെ എപ്പോഴും ആ ഒരു വൈബായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ എപ്പോഴും ഭയങ്കര സപ്പോർട്ട് വൈബാണ് എന്നുള്ളത്. പിന്നെ അതിന് സപ്പോർട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. അത് എന്തിനാണ് നോ പറയുന്നത്? അവരുടെ സ്വാതന്ത്ര്യമല്ലേ. ആഫ്റ്റർ 18 എന്ത് ചെയ്താലും അവരുടെ ഒരാൾക്ക് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കക്ഷിയാണ് ഞാൻ. 21 ഇപ്പോൾ മറ്റേ നമ്മുടെ കല്യാണം കഴിക്കാനുള്ള അല്ലെങ്കിൽ വിവാഹപ്രായം 21 ആയിട്ടും 18 അല്ലേ വോട്ടേഴ്സ് അല്ലേ. അപ്പോൾ അതുമായിട്ടും ക്രമീകരിച്ചിരിക്കുന്നത് എന്തിനാണ്? അപ്പോൾ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടാനാണ്. ശരിക്കും എന്താ ഇതിന്റെ പോസ്റ്ററിൽ ഫുള്ളൊരു ഫാന്റസി എന്ന് പറഞ്ഞ വേർഡ് ഉണ്ട്. ശരിക്കും എന്താ ആ ഫാന്റസി എലമെന്റ്? അധികം റിവീൽ ചെയ്യാൻ പറ്റാതെ എന്താ ക്രക്സ്? നമ്മളിതിൽ ഈ പറയുന്ന എഴുത്തിൻ്റെ ഒരു ടൈമിൽ ഏതൊരു ജോണർ പരിപാടി അല്ലെങ്കിൽ എന്ത് പുതുമ അത് ഇപ്പം ഡെയിലി അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു കഥ എഴുതുന്ന സമയത്ത് നമുക്കിതിനെ എങ്ങനെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാം, മേക്കിംഗ് വൈസ് ആണെങ്കിലും അതിൻ്റെ എല്ലാ മേഖലകളിലും എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ ആലോചിക്കുമ്പോൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഈ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന മാർക്യൂസിൻ്റെ ആണെങ്കിലും കാഫ്കയുടെയും പുസ്തകങ്ങളിൽ നിന്നൊക്കെ വായിച്ചിട്ട് കിട്ടിയിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊരു സാധനം വർക്ക് ചെയ്യാം എന്നുള്ളൊരു ആശയമാണ്. അങ്ങനെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് പടം ഉള്ളത്. എങ്ങനെയുണ്ടായി സുധേട്ടാ ഷൂട്ട് ചെയ്യുമ്പോൾ മാജിക്കൽ റിയലിസം ഒക്കെ? ഭയങ്കര എങ്ങനെയാന്ന് പറയുന്നത്, അതായത് ഇതിനകത്ത് ഇതിനൊരു കണ്ടന്റ് ഇതിനകത്തുള്ളൊരു പരിപാടിയാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. എന്നാൽ അത് മുഴച്ചു നിൽക്കാനും പാടില്ല എന്നൊരവസ്ഥയുണ്ട്. നിങ്ങൾക്ക് പല പോസ്റ്റേഴ്സിലും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫീൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കാണാനുണ്ട്. ഇത് മാത്രമല്ല, ആ പോസ്റ്റേഴ്സ് ചെറിയൊരു അതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും നല്ല ഫീല് നമ്മൾ കൊണ്ടുവരുന്നത്. അത് പക്ഷെ നമ്മളോട് റിവീൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അത് സിനിമ കണ്ടു തന്നെ ആസ്വദിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പം അത് ഞാൻ ഈ പറഞ്ഞു തുടങ്ങുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് മുഴുവൻ പറയണം. അതുകൊണ്ട് ഞാൻ അതിന് അത്രയും പോകുന്നില്ല. പക്ഷെ ഇതാണ് അതിൻ്റെ ഒരു നമ്മൾ ഉദ്ദേശിച്ചത്. ഇറ്റ് വാസ് ഫൺ. ആക്ച്വലി അങ്ങനെയുള്ള വിഷ്വൽസ് പറയുമ്പോൾ കേൾക്കുമ്പോൾ എളുപ്പമാണ്. പക്ഷെ അത് ആ ഫാൻറ്റസി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂഡിലേക്ക് നമ്മളുടെ ഓഡിയൻസിനെ എത്തിക്കണമെങ്കിൽ അതിൻ്റെ അതിൻ്റെ എല്ലാ വശങ്ങളും, അതിന് ആർട്ടിലും ലൈറ്റിങ്ങിലും കോസ്റ്റ്യൂമിലും പിന്നെ ആ സിറ്റുവേഷനിൽ അതൊക്കെ കുറച്ച് വേറെ വിധത്തിൽ ക്രിയേറ്റ് ചെയ്യണം. അതിനെല്ലാം പണിയുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു സിനിമ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് തുടങ്ങിയത്. പക്ഷേ ഇപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ സീൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരും തമ്മിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ വന്നിട്ടുണ്ട് അത് നമുക്ക് ഫാൻറ്റസിയാണ്. അത് ഫാൻറ്റസിയാണ്.
അത് ശരി. അല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴൊക്കെ ശരിക്കും നോർമലി പടം ആണെങ്കിൽ ഒരു 30 ദിവസം 40 ദിവസത്തിനകത്തുള്ള സിനിമയാണ്. പക്ഷെ ഒരു ഈ കൈൻഡ് ഓഫ് സാധനങ്ങൾ, ഈ കൈൻഡ് ഓഫ് ഇമേജസ് നമ്മൾ റിക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പൊ അത് തന്നെ നമ്മൾ കുറച്ചൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് ഒന്ന്. പിന്നെ ഒന്ന്, ഇത് ആൾക്കാരിലേക്ക് കൊണ്ടെത്തിക്കുക, അല്ലെങ്കിൽ ആൾക്കാർ ഓഡിയൻസിന്റെ മനസ്സിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ചില്ലറ ടാസ്ക് അല്ല. അപ്പോൾ പിന്നെ അതുമല്ല, നമ്മൾ കുറേ അധികം ഫാന്റസി സ്റ്റോറീസ് നമുക്ക് ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടല്ലേ, കുറച്ചൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ചിലപ്പം ചില സാധനങ്ങൾ കുറച്ച് കൂടിയാലും ആൾക്കാർക്കും, അമൃത് കുറച്ച് കൂടിയാലും കുഴപ്പമാണെന്ന് പറയും പോലെയാണ് ചില കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മളൊരു ടോട്ടൽ ഇതിനകത്ത് കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഫാന്റസി ലെവലിൽ തന്നെയാണ് നമ്മൾ കുറേ അധികം ലേയേഴ്സ് പോയിരിക്കുന്നത്. അതൊക്കെ ഉള്ളതിന്റെ പേരിൽ ഇതിനൊരു ഫ്രഷ്നെസ് ഉണ്ടാവും ഉറപ്പായിട്ട് കാണുമ്പോൾ.